നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? നമസ്കാരം. നമ്മൾ പല രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും ഒക്കെ വിമർശിക്കാറുണ്ട് അവരെന്തെങ്കിലും കാണിക്കുമ്പോൾ. ഞാനാണെങ്കിൽ വീഡിയോ ചെയ്യും, നിങ്ങളാണെങ്കിൽ കമന്റുകളിലൂടെ വിമർശിക്കും, അല്ലെങ്കിൽ പരസ്പരം നമ്മുടെ വീട്ടിലോ നാട്ടിലോ സുഹൃത്തുക്കളോടോ ഒക്കെ ഇരുന്ന് സംസാരിക്കും. പക്ഷെ ആരെയാണോ നമ്മൾ വിമർശിക്കുന്നത് അയാൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ അവരെ വിമർശിക്കാൻ കഴിയുക എന്നത് അപൂർവ സൗഭാഗ്യമാണ്. അത്തരമൊരു അപൂർവ സൗഭാഗ്യം കൈവന്നാൽ ആ ഒരു സൗഭാഗ്യം കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് അതിമിടുക്കുള്ള ആളുകൾക്ക് മാത്രമാണ്. മിടുക്കന്മാരെ കൊണ്ടും മിടുക്കുകളെ കൊണ്ടുമേ അതിന് സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു മിടുമിടുക്കൻ ആണ് അബിൻ വർക്കി എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് കഴിഞ്ഞ ദിവസം വീണ ജോർജിനെ അടുത്തിരുത്തിക്കൊണ്ട് അദ്ദേഹം കാഴ്ചവെച്ചത്. ആ കത്രിക കൊടുക്കുന്നത് 2017 21 വേണം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ വീണ ജോർജ് ഇരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് സംയമനം പാലിക്കണമല്ലോ, ആരെയും പ്രകോപിതരാക്കരുതല്ലോ എന്ന് വിചാരിച്ചൊന്നും അല്ല. അണ്ണാക്കിൽ പിരിവെട്ടിയത് കൊണ്ട് തന്നെയാണ്. വീണ ജോർജിന്റെ ഊഴം കഴിഞ്ഞതിന് ശേഷമാണ് അബിൻ വർക്കി സംസാരിക്കുന്നത്. വീണ ജോർജ് പറഞ്ഞ ഓരോ കാര്യത്തിനെയും കീറി മുറിച്ച് വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. 2017 സമയത്തൊക്കെയാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയത്, അത് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ് കൈയൊഴിയുമ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ തലയിലേക്കാണല്ലോ ആ ഒരു കുറ്റം വെച്ച് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ വീണ ജോർജ് അല്ല അതിന് കാരണക്കാരി, ശൈലജ ടീച്ചറാണ് എന്നാണ് വീണ ജോർജ് പറഞ്ഞത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ നേർചിത്രമാണ്. ഇവിടെ ആളുകൾക്ക് പോയാൽ അവിടെ വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. എനിക്ക് സന്തോഷം തോന്നുന്നു. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയേണ്ട ആളുകൾ ഇരിക്കെ അവരോട് പറയാൻ പറ്റുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണ്. ജനങ്ങൾക്കിവിടെ യാതൊരു സേവനവും, നല്ല രീതിയിലുള്ള സേവനമൊന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ലഭിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ചികിത്സാ പിഴവിന്റെ വാർത്തകൾ തുടർച്ചയായിട്ട് വരുമ്പോഴും ആളുകൾക്ക് കൃത്യസമയത്ത് ചികിത്സ കിട്ടുന്നില്ല, ആളുകൾ ദുരിതം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് ഇത്ര രൂപ കടമെടുത്ത് ഇത്ര കോടിയുടെ കെട്ടിടം പണിതില്ലേ, ഇത്ര ലാബുകൾ പണിതില്ലേ, ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള പാലം പണിതില്ലേ എന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയതിന്റെ കണക്കുകൾ നിരത്തുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയോട് മുന്നിലിരുന്ന് ഇങ്ങനെ ചോദിക്കാൻ കഴിയുന്നതും അവർക്കൊന്നും മറുപടി പറയാനില്ലാതെ അവരിങ്ങനെ ഇരിക്കുന്നത് കാണാനും കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതിനൊരു സാഹചര്യം ഒരുക്കി തന്ന മീഡിയയ്ക്കും നന്ദിയുണ്ട്. ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ആ ഹാരിസ് ഡോക്ടറാണ് പറഞ്ഞത് ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങളില്ല. അതെ, ആരോഗ്യവകുപ്പ് മന്ത്രി സ്വന്തം നാക്കുകൊണ്ട് പറഞ്ഞതാണ്. ഡോക്ടർ ഹാരിസ് വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണ്, വളരെ കഴിവുള്ള ആളാണ് അദ്ദേഹമെന്ന് ഈ വീണ ജോർജ് എന്നെ സംബന്ധിച്ചതാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അവിടെ മതിയായിട്ടുള്ള ഉപകരണങ്ങൾ ശസ്ത്രക്രിയക്കില്ല, സൗകര്യങ്ങൾ ഇതൊന്നും പോരാ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ രോഗികൾ അനുഭവിക്കുന്നുണ്ട്, ഇതൊന്നും തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പറയുന്നതെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഇവരോട് രാഷ്ട്രീയ വിരോധം കൊണ്ട് നടക്കുന്ന പ്രതിപക്ഷ പാർട്ടികളൊന്നും പറഞ്ഞതല്ല, പൊതുജനം പറഞ്ഞതല്ല, അവിടെ ദുരിതം അനുഭവിക്കുന്ന രോഗികൾ പോലും പറഞ്ഞതല്ല, അവരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ പറഞ്ഞതാണ്. ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പൊ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? കറക്റ്റ് പോയിന്റ്. ആരോഗ്യവകുപ്പ് മന്ത്രി വിശ്വസിക്കുന്ന 100% വിശ്വസിക്കുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർ പറയുന്ന കാര്യത്തെയും വിശ്വസിക്കേണ്ട ബാധ്യത പൊതുജനത്തിനില്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി? ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിശ്വസിക്കാത്തതിന് തുല്യമല്ലേ ഡോക്ടർ ഹാരിസിനെ ഞങ്ങൾ അവിശ്വസിക്കുന്നത്, അല്ലേ? കേരളത്തിലുടനീളം എത്രമാത്രം വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്? ഇത്രയും വിഷയം ഉണ്ടാകുമ്പോൾ ഒരു സമരം ചെയ്യുന്നതാണോ വിഷയം? അങ്ങനെ ചോദിക്കണ്ട. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് തലയിൽ ചോര ഒലിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. അത് മനുഷ്യർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യത്വമുള്ള ഒരു മുഖ്യമന്ത്രി അല്ലായിരുന്നോ ചേട്ടാ? അതുപോലെയാണോ ആരോഗ്യവകുപ്പ് മന്ത്രി? അല്ലേ? മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടിക്കുന്ന, മനുഷ്യരുടെ കരസ്പർശമേറ്റാൽ അവരുടെ പ്രതിഷേധത്തിന്റെ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർന്നാൽ, അല്ലെങ്കിൽ അവരുടെ നോട്ടമോ അവരുടെ ഒരു ശബ്ദമോ തങ്ങൾക്ക് നേരെ ഉയർന്നാൽ അത് വലിയ മഹാപാപമായി കരുതുന്ന, അതൊന്നും പാടില്ലാത്ത കാര്യങ്ങളായി കരുതുന്ന, ജനാധിപത്യത്തിന്റെ ഏതോ ഒരു രൂപത്തെ വിശ്വസിക്കുന്ന ആളുകളല്ലേ ഇവരൊക്കെ. ജനാധിപത്യം ഇവർക്കൊക്കെ വേറൊരു സംഭവമാണ്. നമ്മൾ അറിഞ്ഞു വെച്ച ജനാധിപത്യമല്ല ഇവരുടേത്. നഗരസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ CPM ആക്രമിച്ച കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ പത്തനംതിട്ടയിൽ തന്നെ, ഓർക്കുന്നില്ലേ നിങ്ങൾ? എന്തോ ആ പെടലിക്ക് അതിഗുരുതരമായ പരിക്കേറ്റതിന് ശേഷം ഓർമ്മകളൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലേ ചേച്ചി? കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. അയ്യോ ചേട്ടാ, അത് അവര് പ്രതിഷേധിക്കുമ്പോൾ മാത്രം, അവര് കറുത്ത തുണി പൊക്കിയ അതൊരു പ്രതിഷേധം അല്ല. അതിപ്പോ ഒരുത്തൻ ഉടുത്തോണ്ട് പോകുന്ന കറുത്ത തുണി പൊക്കിയാൽ പോലും അതൊരു പ്രശ്നമല്ല അവര് ചെയ്താൽ. പക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ ആരെങ്കിലും ഒരു കറുത്ത തുണി പൊക്കിയാൽ പലരുടെയും പെടലിയും നടുവൊക്കെ ഉളുക്കും, ICU കിടക്കേണ്ടി വരും, കേരളത്തെ മൊത്തത്തിൽ പിടിച്ചുലയ്ക്കും.
ഈ നാട്ടിലെ CPM-കാരും DYFI-കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചത് അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചത്. നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്, KSUക്കാരുടെ ഭാഗത്തും തെറ്റുണ്ട്. വല്ല ഹെൽമെറ്റോ ചെടിച്ചട്ടി കൊണ്ടോ വല്ല നിങ്ങളൊരു രക്ഷാപ്രവർത്തന ശ്രമം അവിടെ നടത്തിയിരുന്നെങ്കിൽ ഈ കാറ്റഗറിയിൽ അങ്ങ് ഉൾപ്പെടുത്തി എഴുതി തള്ളിയേനെ മുഖ്യൻ. പക്ഷെ നിങ്ങൾ കരിങ്കൊടി കാണിച്ചതല്ലേ പ്രശ്നമായി പോയത്. ജനാധിപത്യപരമായിട്ടുള്ള ആരെയും നോവിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധ മുറകൾ ഒരു പ്രതിഷേധ മുറയായിട്ട് ഇവർ കാണുന്നില്ല, അതൊരു ആക്രമണമായിട്ടാണ് കാണുന്നത്. പക്ഷെ ആക്രമണത്തെ രക്ഷാപ്രവർത്തനമായിട്ടും. അപ്പോൾ ഓരോരുത്തർ ആവശ്യപ്പെടുന്നത് എന്താണ്, അർഹിക്കുന്നത് എന്താണ്, അവർക്ക് മനസ്സിലാകുന്നത് എന്താണ്, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെയും കടമയായിരുന്നു. ഏത് അർത്ഥ കൂടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചു. വീണ ചേച്ചി ആ ഫേക്ക് ക്യാമ്പയിൻ ആയിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറയുകയാണ്. ജനങ്ങൾ മുഴുവൻ അത് ഏറ്റു പറയും അബിൻ ചേട്ടാ. കാരണം ബഹുമാനപ്പെട്ട കോടതി വരെ കണ്ടെത്തി ഒരു മാരകായുധങ്ങളും അവിടെ വന്ന പ്രവർത്തകരുടെ കയ്യിലില്ലായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്തവരെ 2 ആഴ്ച ജയിലിലടച്ചു. FIR ഇടാൻ മണിക്കൂറുകൾ ലേറ്റായി. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സാധാരണക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ, കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചാണ്. ആരെങ്കിലും പുറത്തുവിട്ടോ? അതുണ്ടെങ്കിലല്ലേ പുറത്തു വിടുള്ളൂ. അങ്ങനല്ലേ വീണ ചേച്ചി? ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? കയ്യിലിരിപ്പ് നല്ലതാണെങ്കിലേ ഇങ്ങനെ കുനിഞ്ഞോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നോക്കി മിണ്ടാതിരിക്കേണ്ടി വരത്തില്ല. ചാടി കയറി അവിടെ സംസാരിക്കാൻ പറ്റുമായിരുന്നു, അതിന് മറുപടി സ്പോട്ടിൽ. അങ്ങനല്ല എന്ന് പക്ഷെ കേട്ടേ പറ്റൂ. RPF-ന്റെ CCTV ഉൾപ്പെടെ 16 ക്യാമറ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ദൃശ്യം എടുത്ത് പുറത്തുവിടാൻ നിങ്ങൾക്ക് സാധിക്കാത്ത എന്താ? എല്ലാ ദൃശ്യങ്ങളും പുറത്തു വിട്ടല്ലോ. എന്നെ തല്ലടാ, എന്തിനാണ് നിനക്കൊക്കെ പ്രതിഷേധം, ഇങ്ങോട്ട് വാടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞ് അവരെ മാക്സിമം പ്രകോപിപ്പിക്കുന്ന വീഡിയോകളെല്ലാം ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നായിരുന്നു. അതെല്ലാം ജനങ്ങൾ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കാണുന്നത് തൂണിന്റെ ചോട്ടിൽ പെടലിയും താങ്ങിയിരിക്കുന്നതാണ്. അവിടെ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ. പക്ഷെ ഷംസീറിക്കയുടെ ഇടപെടലിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോ പുറത്തു വന്നതോടുകൂടി ആ സംശയം തീർന്നു കിട്ടി. തിരക്കഥയും സംവിധാനവും അഭിനയവും എല്ലാം വളരെ മികച്ചതായിരുന്നു. പക്ഷെ അവസാനം ബഹുമാനപ്പെട്ട കോടതി സത്യം പുറത്തുവിട്ട് അതെല്ലാം പൊട്ടിച്ച് കയ്യിൽ തന്നു. ICUവിൽ തുടരണമെന്നാ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാൾ കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? അത് അബിൻ ചേട്ടാ ഹെലികോപ്റ്റർ ചോദിച്ചായിരുന്നു. അത് കിട്ടാത്ത സാഹചര്യത്തിൽ കാറിൽ യാത്ര ചെയ്യേണ്ടി വന്നതാ. വീണ ചേച്ചി അങ്ങനെ വല്ലതും പറയിനി. നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? നമ്മുടെയൊക്കെ കഴുത്തിന് പരിക്ക് പറ്റുന്നത് ഇങ്ങനല്ലല്ലോ അബിൻ ചേട്ടാ. കരിങ്കൊടി കണ്ട് കഴുത്തിന് പരിക്ക് പറ്റിയ അതൊരു 1.5 പരിക്കായിരിക്കുമെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. ആരോഗ്യ വിദഗ്ധർ പറയുന്ന പ്രകാരം ശത്രുക്കൾക്ക് പോലും കരിങ്കൊടി കണ്ടുള്ള കഴുത്തിന് പരിക്ക് വരരുതേ. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം വേസ്റ്റാ. കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതരമായ അസുഖമുള്ള ഒരാൾ കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? ചോദിക്കാൻ ഒരു സാഹചര്യം തന്നെന്ന് കരുതി ഇങ്ങനെ എന്നെ അങ്ങ് ഉത്തരം മുട്ടിക്കരുതേ ചേച്ചി. ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം. ബഹുമാനപ്പെട്ട MLA, ഇവിടുത്തെ MLA ആരോഗ്യവകുപ്പ് മന്ത്രി ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ ചേട്ടാ, കഴുത്തിന് കരിങ്കൊടി കണ്ട് പരിക്ക് പറ്റിയവര് ശബരിമലയെന്നോ സ്വർണ്ണക്കൊള്ളയെന്നോ ഉള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്ന് പഥ്യത്തിന്റെ കൂടെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞായിരുന്നു. അല്ലേ ചേച്ചി? എന്തുകൊണ്ടാണ് ശബരിമല അയ്യന്റെ സ്വർണം കട്ട കേസിൽ ജയിലിൽ പോയവർക്കെതിരെ ഒരു വാക്ക് കൊണ്ടുപോലും മിണ്ടാൻ പറ്റാത്തത്? എന്താ അത്? ലോകത്തെ ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണം കട്ട കേസിലെ പ്രതികളെ എന്തുകൊണ്ട് പാർട്ടി പുറത്താക്കിയില്ല? അവരെ പുറത്താക്കിയ ഇവര് സകല ആളുകളും പുറത്തിറങ്ങി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് സിമ്പിൾ. ആ അന്വേഷണത്തിൽ കണ്ടെത്തി ജയിലിൽ പോയവർ കുറ്റക്കാരല്ല എന്ന് പാർട്ടി എങ്ങനെ മനസ്സിലാക്കുന്നത്? ചേച്ചി കുറച്ചും കൂടെ നേരെ ഇരുന്ന് നന്നായിട്ട് പോസ് ചെയ്ത് കൊടുക്ക്. ഫോട്ടോ പടപടയെന്ന് എടുക്കുന്നു. ആ ചളിപ്പൊന്നും മുഖത്ത് കാണിക്കരുത് കേട്ടോ. അടുത്ത ദിവസം നല്ല രീതിയിൽ ഫോട്ടോ വരാനല്ലേ. എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഇവർ കുറ്റക്കാരല്ല എന്ന് എന്തുകൊണ്ടാണ് പാർട്ടി ആവർത്തിക്കുന്നതെന്നല്ലേ? പാർട്ടി കോടതി വിചാരണ ചെയ്തായിരുന്നു. തീവ്രത അളക്കുന്ന ആളുകൾ തീവ്രത അളന്നായിരുന്നു. കുറവാ. ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്താ? അപ്പൊ എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായി ബോധ്യമുണ്ട്. ലൈവ് പരിപാടി ആയിരുന്നത് കൊണ്ട് ഒന്നിറങ്ങി ഓടാൻ പോലും നമ്മുടെ ഉളുക്ക് വനിതയ്ക്ക് കഴിഞ്ഞില്ല. അതിൽ ഞങ്ങൾക്കെല്ലാം വലിയ വിഷമമുണ്ട് കേട്ടോ. ഇരുത്തി അപമാനിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് അപമാനമൊന്നുമായിട്ട് കരുതണ്ട. അഭിമാനമുള്ളവർക്കല്ലേ അപമാനം ഫീൽ ചെയ്യുള്ളൂ. അത് വേറൊരു കാര്യം. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറഞ്ഞതാ. നിങ്ങളെ മുന്നിലിരുത്തിക്കൊണ്ട് പറഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിനൊന്നും മറുപടി പറയാനില്ല എന്ന് ബോധ്യമായല്ലോ അല്ലേ? ഏതായാലും ഞങ്ങൾക്കെല്ലാം കണ്ടു നിന്നപ്പോൾ വളരെ തൃപ്തി തോന്നി കേട്ടോ. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. ആശ്വാസം തോന്നി. അപ്പോൾ അബിൻ വർക്കി ചേട്ടനും ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷം, അനുമോദനങ്ങൾ. വീണ ചേച്ചി
പോട്ടെ, ആ പെടലിയുടെ വേദനയുടെ കൂടി ഇതും അങ്ങ് സഹി.